ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു സാധനം ആദ്യം കാണിച്ചു തരാം. ഇതെന്താന്ന് നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ വളരെ ചാൻസസ് കുറവാട്ടാ. ഇതിന് ആകാശ ഗരുഡക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും കിട്ടില്ല, ചില പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമാണ് ഈ സാധനം കിട്ടുള്ളൂ. എനിക്കിത് കിട്ടിയത് കനകംപട്ടി സിദ്ധരുടെ അവിടെയാണ്. കനകംപട്ടി സിദ്ധർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പ്രഭാകര സിദ്ധയോഗിയുടെ വേറൊരു ജന്മമായിരുന്നു കനകംപട്ടി സിദ്ധർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ വീഡിയോസെല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലോങ് വീഡിയോസ് ആയിട്ടും ഷോർട്സ് വീഡിയോസായിട്ടും ഇടാം. അത് നിൽക്കട്ടെ, അത് സൈഡിൽ നിൽക്കട്ടെ. ഇതിനെപ്പറ്റി പറയാം. ഇത് ആകാശ ഗരുഡക്കിഴങ്ങാണ്. ഇത് തമിഴ്നാട്ടിൽ നമ്മുടെ ഫ്രണ്ടിൽ ഡോറിൽ അതിൽ തൂക്കിയിടും. ഇത് എന്തിനാണ് തൂക്കിയിടുന്നതെന്ന് വെച്ചാൽ കൺദൃഷ്ടി മൂലം നമുക്ക് എന്താണ് നമ്മുടെ കുടുംബത്തിൽ എഫക്റ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലഹം ഉണ്ടാവും, തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, നമ്മുടെ അയൽവക്കക്കാരായിട്ടൊക്കെ നമ്മളെപ്പോഴും വഴക്കായിരിക്കും. അപ്പോൾ അതിനർത്ഥം നമ്മൾക്ക് കൺദൃഷ്ടി ഉണ്ടെന്നാണ്. പിന്നെ ഇത് മെയിനായിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് പാമ്പ് കടിക്ക് പിന്നെ ഇങ്ങനെ തേള് അങ്ങനത്തെ ഇതൊക്കെ നമ്മളെ കടിക്കുമല്ലോ. അപ്പോൾ ഒരു ഒറ്റമൂലി കൂടിയാണിത്. ഇത് ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളത് കഴിച്ചാൽ അതൊരു ഒറ്റമൂലിയാണ്. ഇത് അവരുടെ തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ കൂടുതലും പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുന്നവരാണ്. അവർ കൂടുതലും ഹെർബലായിട്ടുള്ളതാണ് യൂസ് ചെയ്യുക. അങ്ങനെ ആർട്ടിഫിഷ്യൽ പ്രൊഡക്ട്സ് ഒന്നും അവരധികം അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ അവരുടെ ഒറ്റമൂലിയിൽ വരുന്ന ഒരു സാധനമാണിത്. ഇത് ആകാശ ഗരുഡക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. ഇതിന് ഗരുഡക്കിഴങ്ങ് എന്ന പേര് വരാൻ കാരണം ഇതിന് ലോങ് ഉണ്ടല്ലോ, ഒരു ടെയിൽ പോലെ. ഇതിങ്ങനെ ഇങ്ങനെ ഞാനൊരു ഗരുഡനെ പോലെ ഫീൽ ചെയ്യും എന്നാണ് പറയുക. എനിക്കറിയില്ല, അവരുടെ വിശ്വാസമാണ്. ഇത് വാങ്ങിച്ച അമ്മേനോട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഈ ഗരുഡക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കാണുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ പറയാം. ഇതെങ്ങനെ കെട്ടിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കയറ് കെട്ടിയിട്ട് തൂക്കിയിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു 24 hours വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് മഞ്ഞൾ തേച്ച് ഫുള്ള് മഞ്ഞൾ തേച്ച് ഒറ്റ സംഖ്യയിൽ പൊട്ട് വയ്ക്കണം. ഒന്നില്ലെങ്കിൽ 27 അല്ലെങ്കിൽ 11, അങ്ങനെ ഒറ്റ സംഖ്യയിൽ ചന്ദനവും കുങ്കുമമോ അല്ലെങ്കിൽ കുങ്കുമം മാത്രമോ തൊട്ട് വെച്ചിട്ട് നമുക്ക് തൂക്കിയിടാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയും തൂക്കിയിടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൂക്കിയിടാം. പൗർണമി അമാവാസി ദിവസങ്ങളിലും വെള്ളിയാഴ്ചകളിലും ഇത് തൂക്കിയിടാം. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മണ്ണ് വേണ്ട, വെള്ളവും വേണ്ട. ഇത് നമ്മുടെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരു ഈർപ്പം ഉണ്ടല്ലോ, ആ ഈർപ്പം ഇത് വലിച്ചെടുത്തിട്ടാണ് ഇത് വളരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കെട്ടി ഇടുന്നതിന് വേറൊരു ഉദ്ദേശവും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവായിട്ടാണോ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എനർജീസ്, നമ്മുടെ വീടുള്ളതെന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മുകുളങ്ങൾ, നമ്മുടെ കോവയ്ക്കയുടെ ഇല പോലെയാണ് ഇതിരിക്കുക. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡൈനിങ് ടേബിളിൽ വെച്ചതേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഇഷ്ടംപോലെ മുകുളങ്ങൾ പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ടാൽ അറിയാൻ തോന്നുന്നത് കണ്ടോ. ഇതൊക്കെ ഇലകളാണ്, ചെറിയ ചെറിയ തളിരിലകൾ പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ടാലറിയാം. ഇവിടെയുണ്ട്, കാണുന്നുണ്ടോ പച്ചപ്പായിട്ട്. ദേ ഇവിടെയൊക്കെ മുകുളങ്ങൾ, കുഞ്ഞു മുകുളങ്ങൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണണ്ടോല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ശരിക്കും കാണാൻ പറ്റുമായിരിക്കും. അകത്ത് ഫ്ലോ ചെയ്യുന്ന എയർ പോസിറ്റീവ് എയറാണ്. അപ്പോൾ അതുകൊണ്ടാണിത് മുകുളങ്ങൾ പൊട്ടിയത്. അഥവാ സപ്പോസ് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഫ്ലോ ആണ് എയറിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചുരുങ്ങും. ആ നെഗറ്റീവ്സിനെ ഈ കിഴങ്ങ് വലിച്ചെടുക്കും. ഇത് ചുരുങ്ങി വാടി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് വീണ്ടും പുതിയൊരു ഗരുഡൻ കിഴങ്ങ് തൂക്കണം. അതാണ് ഇതിൻ്റെ പുറകിലുള്ള വിശ്വാസം. അപ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇതേപോലെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വാങ്ങി. ഇതിനൊരെണ്ണത്തിന് 50 രൂപയായിരുന്നു. കെട്ടിയിട്ടിട്ടില്ല. ഇതൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം വേണം കെട്ടണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട്, ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാരുടെങ്കിലും വീട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാം അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.